ഡേ ക്രിയേറ്റീവ് ലൈഫ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ അതിമനോഹരമായ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമായ മൂന്നാർ. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ, മൂടൽ മഞ്ഞോട് കൂടിയ ചെരിവുകൾ, ശാന്തമായ ചുറ്റുപാടുകൾ എന്നിവയാൽ വിനോദസഞ്ചാരികളെ ഇവ ആകർഷിക്കുന്നുണ്ട്. ഒരു യാത്രാപ്രിയനെന്ന നിലയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ പറ്റിയ നിരവധി സ്ഥലങ്ങൾ മൂന്നാറിലുണ്ട്. നമുക്കിവിടെയൊന്നും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനാകില്ല കേട്ടോ. മൂന്നാറിനെ കുറിച്ചുള്ള നിരവധി കൗതുകകരമായ വസ്തുക്കൾ ആഗോള സഞ്ചാരികളെ മൂന്നാറിലേക്ക് അവരുടെ യാത്രാ ലക്ഷ്യങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഊർജ്ജസ്വലമായ കാലാവസ്ഥയും അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും സാഹസികത ആഗ്രഹിക്കുന്ന പരിസ്ഥിതി പ്രേമികൾക്കും ഇടയിൽ മൂന്നാർ പ്രശസ്തി ഒരുപാട് നേടിയിട്ടുണ്ട്. പട്ടണത്തിലെ വിശാലമായ തേയിലത്തോട്ടങ്ങൾ പ്രദേശത്തിൻ്റെ സമൃദ്ധമായ ജൈവവൈവിധ്യത്തെ എടുത്തു കാണിക്കുന്നു. കൂടാതെ അതിൻ്റെ ഉയരം ചൂടിൽ നിന്നും ഒരു തണുത്ത ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായ ഒരു സ്ഥലത്തേക്കാൾ നിങ്ങളുടെ യാത്രയിൽ നിന്ന് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നത് മൂന്നാറിൽ നിങ്ങൾ ശ്രമിക്കേണ്ട നിരവധി സാഹസിക യാത്രകളും ഇവിടെയുണ്ട്. ഇത് അധികം ആർക്കും അറിയത്തുമില്ല. മൂന്നാറിൻ്റെ കേടുകൂടാത്ത പ്രൗഢി ഒരു മികച്ച യാത്രാ കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിൻ്റെ ആകർഷണീയതയുടെ തെളിവ് തന്നെയാണ്. മൂന്നാറിലെ 12 അതിശയിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇത് നിങ്ങളൊരു പാക്കേജായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പാക്കേജുകൾ നിങ്ങൾക്ക് സുഖമായി പോയി കാണാവുന്നതേ ഉള്ളൂ. തേയിലത്തോട്ടങ്ങൾ സന്ദർശിക്കുന്നതും അതേപോലെ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതും മുതൽ പ്രകൃതിയെ അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ആസ്വദിക്കുന്നതും വരെ മൂന്നാറിൽ ചെയ്യാൻ കഴിയുന്ന ആവേശകരമായ കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും നമ്മളിവിടെ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ചൊക്രമുടി കൊടുമുടി മൂന്നാർ എന്ന് പറയും. മൂന്നാറിലെ ഈ ഒരു കൊടുമുടി അതിൻ്റെ വന്യമായ സൗന്ദര്യത്തിൽ പ്രലോഭിപ്പിക്കുകയും മറ്റേതൊരു മലകയറ്റത്തെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഹൈക്കിംഗ് അനുഭവം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതായിരിക്കും. ചുറ്റുമുള്ള താഴ്വരകളുടെയും കുന്നുകളുടെയും വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതിനാൽ സാഹസികർക്ക് ഈ കൊടുമുടിയിലേക്കുള്ള ട്രക്കിംഗ് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിനിടയിലൂടെ തേയില നുള്ളാൻ പോകുന്ന സ്ത്രീകളും. ഈ ഒരു വ്യൂ എത്ര മനോഹരമായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കുന്നതിനും അപ്പുറത്താണ്. പ്രകൃതി സ്നേഹികൾക്ക് മൂന്നാറിലെ മറ്റു വിനോദസഞ്ചാരിക കേന്ദ്രങ്ങളിൽ നിന്നും ഈ പ്രദേശം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ സമൃദ്ധിയായ പച്ചപ്പും വൈവിധ്യമാർന്ന സസ്യജലങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇത് വരുന്നത് എവിടെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. വിമാനത്താവളത്തിൽ നിന്നുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ്. ഇത് കൊടുമുടിയിൽ നിന്നും 105 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ്. ഇവിടെ നിന്ന് കൊടുമുടിയിലേക്ക് 105 കിലോമീറ്റർ ദൂരമുണ്ട്. മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ ടൗണിനേക്കാളും ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനുകളാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ മഞ്ഞും എല്ലാം കൂടുതലായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലേണ്ടതുണ്ട്. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ശൈത്യകാലമാണ്. സൈറ്റിൽ ഇവിടെ നമുക്ക് അഡ്വഞ്ചർ പാർക്കുകൾ ധാരാളമായി കാണാൻ സാധിക്കും. ഈ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും പ്രകൃതി അത്ഭുതങ്ങൾക്കും അപ്പുറം മൂന്നാർ ഇപ്പോൾ സാഹസിക പ്രേമികളുടെ ഒരു ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇവിടെ വന്ന് നമുക്കും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അടുത്തൊരു അവധിക്കാലം ഏറ്റെടുക്കൂ, വന്ന് കാണൂ. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും സ്വാഗതം.